സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.41% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ 5.94% പോയിന്റുകൾ നേടി മികവ് പുലർത്തി. പരീക്ഷ എഴുതിയ 91.64% പെൺകുട്ടികളാണ് വിജയിച്ചത്. പരീക്ഷ എഴുതിയ 1,06,92,794 വിദ്യാർത്ഥികളിൽ 1,04,96,307 പേർ വിജയിച്ചു. 1999 സ്കൂളുകളിലായി 7,330 പരീക്ഷാ സെന്ററുകളിലാണ് CBSE 12ാം ക്ലാസ് പരീക്ഷകൾ നടന്നത്. 1,07,04,367 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. പരീക്ഷ എഴുതിയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ വിഷയങ്ങളിലും പാസ്സായി. 99.60% വിജയത്തോടെ വിജയവാദ മേഖലയിലാണ് മുന്നിലുള്ളത്. ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം 79.5%. പ്രയാഗ്രാജിലാണ് അത്. 99.32% വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം മേഖലയിൽ വിജയിച്ചത്. 2024-25 അക്കാദമിക് സെഷൻ മുതൽ അക്കാദമി സമ്മർദ്ദവും അനാരോഗ്യപരമായ മത്സരവും കുറയ്ക്കുന്നതിനായി റിലേറ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റമാണ് CBSE പിന്തുടരുന്നത്. അതേസമയം കേരളത്തിന്റെ SSLC പരീക്ഷ ഉന്നത വിജയ സ്വന്തമാക്കി പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത 60ഓളം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ SSLC പരീക്ഷ എഴുതിയത്. ഇക്കൂട്ടത്തിലാണ് പാകിസ്ഥാൻ വിദ്യാർത്ഥികളുള്ളത്. UAE-യിൽ ആകെ 685 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇവരിൽ 677 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. 98.83% വിജയം. UAE-യിലെ 7 വിദ്യാലയങ്ങളാണ് കേരള സ്റ്റേറ്റ് ബോർഡ് കരിക്കുലം പിന്തുടരുന്നത്. അവയിൽ 3 സ്കൂളുകൾ മോഡേൺ പ്രൈവറ്റ് സ്കൂൾ അബുദാബി, ന്യൂ ഇന്ത്യൻ മോഡേൺ സ്കൂൾ ഷാർജ, ഇന്ത്യൻ സ്കൂൾ ഫുജൈറ എന്നിവ 100% വിജയം നേടി അഭിമാന നേട്ടം കൈവരിച്ചു. ഇന്ത്യക്കാരല്ലാത്ത 66 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇവരിൽ 30% പാകിസ്ഥാനികളും 20% ബംഗ്ലാദേശികളുമാണ്. 5 പേർ അഫ്ഗാനിസ്ഥാൻ സ്വദേശികളും 3 പേർ ശ്രീലങ്കക്കാരുമാണ്. ഫിലിപ്പീൻസ്, നേപ്പാൾ, ഈജിപ്ത്, മാലി, സുഡാൻ, സെനഗൽ, യമൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. 66 പേരിൽ 61 വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. റാസൽ ഖൈമയിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 24 പേര്. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, വർഷങ്ങളായി കേരള സ്റ്റേറ്റ് ബോർഡ് പാഠ്യപദ്ധതി പിന്തുടരുന്നുണ്ടെന്നും SSLC പരീക്ഷകളിൽ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ബീന റാണി ഗൾഫ് ന്യൂസിനോട് പറഞ്ഞു. തുടക്കത്തിൽ പാകിസ്ഥാൻ വിദ്യാർത്ഥികളാണ് സ്കൂളുകളിൽ ചേർന്നത്. പിന്നീട് മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ചേരാൻ തുടങ്ങിയെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണയ സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ബോർഡ് പിന്തുടരുന്നത്. ഈ സംവിധാനം മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ ആശയപരമായ ഗ്രാഹ്യത്തിന് പ്രാധാന്യം നൽകുന്നെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല, പാഠ്യപദ്ധതി, പൊതുപ്രസംഗം, പ്രൊജക്ട് വർക്ക് തുടങ്ങിയ കഴിവുകളും വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ വിദ്യാർത്ഥികൾ സെമിനാറുകളിലും മത്സരങ്ങളിലും പതിവായി മികവ് പുലർത്തുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. കേരള പാഠ്യപദ്ധതിയുടെ സമഗ്ര സ്വഭാവത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മാതാപിതാക്കൾ ഇപ്പോൾ അതിന്റെ ഗുണങ്ങൾ കാണുന്നു. ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്കും വിജയകരമായ കരിയറിലേക്കും വിദ്യാർത്ഥികൾ കടക്കുന്നത് അവർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റ് രാജ്യത്തെ വിദ്യാർത്ഥികൾ മലയാളം പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരമായി ഇതര വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. ഹിന്ദിക്ക് പകരം പൊതുവിജ്ഞാനം തിരഞ്ഞെടുക്കാം. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കോർ നേടുന്നത് എളുപ്പമാകുന്ന ഒരു ഇംഗ്ലീഷ് പേപ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാസൽ ഖൈമയിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ 24 ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികളിൽ 7 ബംഗ്ലാദേശികളും 6 പാകിസ്ഥാനികളും 5 അഫ്ഗാനിസ്ഥാനികളും ഉൾപ്പെടുന്നു. അൽ ഗുവൈനിലെ ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. 15 പേർ പാകിസ്ഥാനികൾ ഉൾപ്പെടെ 18 പേരാണുള്ളത്. ഫുജൈറയിൽ ഇന്ത്യൻ സ്കൂളിൽ 17 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു.
ഇവരിൽ 10 പേർ ബംഗ്ലാദേശികളാണ്, 6 പേർ പാകിസ്ഥാനികൾ, ഒരു ഫിലിപ്പീനുമുണ്ട്. കേരളത്തിലെ SSLC ഫലങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഫുജൈറയിലെ ഇന്ത്യൻ സ്കൂളിലെ സെക്കൻഡറി വിഭാഗം മേധാവി രാജേഷ് ജനാർദ്ദനൻ അഭിപ്രായപ്പെട്ടു. ചില കുടുംബങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മടങ്ങാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് അവർ കേരള ബോർഡ് പരീക്ഷയെ തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.